നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫണ്ട് വിനിയോഗത്തെ ചൊല്ലി ബി.ജെ.പിക്കുള്ളിൽ തർക്കങ്ങൾ പുകയുന്നതിനിടെ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി സൈബർ വിഭാഗം ഭാരവാഹിയുടെ കോടികളുടെ പണച്ചാക്കുമായുള്ള സെൽഫി ചിത്രം പുറത്ത്. ബി.ജെ.പി സംസ്ഥാന ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സോഷ്യൽ മീഡിയ ടീമിലെ പ്രമുഖനായ സിദ്ധാർത്ഥ് വലിയ ബാഗ് നിറയെ 500-ന്റെ നോട്ടുകെട്ടുകളുമായി ഇരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിക്കുന്നത്. വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് പിന്നാലെ പാർട്ടിയിൽ ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾ സജീവമാകുന്നതിനിടയിലാണ് ഈ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് എന്നത് നേതൃത്വത്തിന് കടുത്ത തലവേദനയായിട്ടുണ്ട്. പാറശാല സ്വദേശിയായ സിദ്ധാർത്ഥ് തന്റെ വാട്സപ്പ് സ്റ്റാറ്റസായി ഇട്ട ചിത്രമാണ് പിന്നീട് പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു വിഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തുവിട്ടത്. കട്ടിലിൽ തുറന്നുവച്ച വലിയ ട്രാവൽ ബാഗ് നിറയെ കെട്ടുകളാക്കി വെച്ചിരിക്കുന്ന 500 രൂപ നോട്ടുകൾക്ക് മുന്നിലിരുന്നാണ് ഇയാൾ സെൽഫി പകർത്തിയത്. കോടികൾ വിലമതിക്കുന്ന ഈ പണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് ഒഴുക്കിയ കുഴൽ പണത്തിന്റെ ബാക്കി പത്രമാണെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത്. എന്നാൽ ബി.ജെ.പി ഇത് നിഷേധിക്കുന്നുണ്ട്. CPM മുഖപത്രമായ ദേശാഭിമാനി അടക്കം വിവാദവും ചിത്രവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിത്രം വാട്സപ്പ് സ്റ്റാറ്റസായി പ്രത്യക്ഷപ്പെട്ട ഉടൻ തന്നെ ബി.ജെ.പിക്കുള്ളിൽ വലിയ പരിഭ്രാന്തി പരന്നിരുന്നു. കോട്ടയം സ്വദേശിയായ ഒരു പ്രമുഖ സംസ്ഥാന നേതാവ് ഉടൻ തന്നെ ഇടപെടുകയും വിഷയം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമായിരുന്നുവെന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാന പ്രസിഡന്റിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് മിനിറ്റുകൾക്കകം സിദ്ധാർത്ഥ് ഫോണിൽ നിന്നും സ്റ്റാറ്റസ് നീക്കം ചെയ്തുവെന്നാണ് വാർത്ത. എന്നാൽ അതിനു മുൻപ് തന്നെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ശത്രുക്കൾ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ കൈക്കലാക്കി പ്രചരിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ബി.ജെ.പിയുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന പ്രത്യേക സൈബർ അറ്റാക്ക് ടീമിന്റെ തന്ത്രപ്രധാനമായ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് സിദ്ധാർത്ഥ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തിരുവനന്തപുരത്തെ ബി.ജെ.പി സംസ്ഥാന ഓഫീസ് മാരാർജി ഭവനിലായിരുന്നു ഇയാളുടെ പ്രധാന പ്രവർത്തനം. തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയ PR വർക്കുകൾക്കായി കോടിക്കണക്കിന് രൂപയാണ് ബി.ജെ.പി ഒഴുക്കിയതെന്നും അതിന്റെ വിഹിതമാണ് ഈ ചിത്രത്തിൽ കാണുന്നതെന്നാണ് ആക്ഷേപം. പാർട്ടിയിലെ സാധാരണക്കാരായ പ്രവർത്തകർ പോലും കാണാത്ത രീതിയിൽ വലിയ ബി.ജെ.പി നേതാക്കളുമായി സിദ്ധാർത്ഥിന് അടുത്ത ബന്ധമാണുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന VIP നിരയിൽ പോലും ഈ സൈബർ നേതാവ് ഇടം പിടിച്ചിരുന്നു. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന്റെയും കേന്ദ്രമന്ത്രിമാർക്കൊപ്പം നിൽക്കുന്നതിന്റെയും ചിത്രങ്ങൾ ഇയാൾ സ്വന്തം ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ അഭിമാനത്തോടെ പങ്കുവച്ചിരുന്നു. എന്നാൽ പണസഞ്ചിയുമായുള്ള ചിത്രം വിവാദമായതോടെ ഇൻസ്റ്റാഗ്രാമിലെ പ്രമുഖ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം ഇയാൾ അടിയന്തരമായി നീക്കം ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കുള്ളിൽ ഇപ്പോൾ നടന്നുപോകുന്ന ചേരിപ്പോരിന്റെ പരസ്യമായ തെളിവാണ് ഈ ചിത്രം പുറത്തു വന്നതിലൂടെ വ്യക്തമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പല സ്ഥാനാർത്ഥികൾക്കും കൃത്യമായ ഫണ്ട് ലഭിച്ചില്ലെന്ന പരാതി നിലനിൽക്കുന്നുണ്ട്.